എത്രയാ ചേട്ടാ? 150. എന്നാ ശരി. നീ അങ്ങോട്ട് ചെല്ല്, ശബരി വന്നിട്ടുണ്ട്. ആണോ? എന്തുവാ മക്കൾ ഇങ്ങനെ കരയുന്നേ? ശബരി, സ്കൂട്ടർ എടുത്തില്ലല്ലേ? ഇല്ല. നന്നായി, നമുക്ക് ഹോസ്പിറ്റലിൽ എന്റെ വണ്ടി പോവാം. ആ, ഏത് ഹോസ്പിറ്റലിൽ പോകണം തീരുമാനിച്ചു രഘുവേട്ടാ? ആ, നീ കയറുക, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. നീ വാ. ആ, ശബരി ഇരിക്കും. ലച്ചോളെ, എന്താ നിനക്കൊരു ഉഷാറില്ലാത്ത? ലച്ചുമൂക്ക് ചെറിയൊരു പനി. അയ്യോ, ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നാ തോന്നുന്നത്. ശബരേട്ടാ, എവിടെ പോണു? എന്നോട് ദേഷ്യമുണ്ടോ? ആദ്യം കേട്ടപ്പോ തോന്നിയൊരു ദേഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോ അതിലൊന്നും കാര്യമില്ലെന്ന് തോന്നി. അല്ല, നമ്മള് ഏത് ഹോസ്പിറ്റലിലാ പോകുന്നത്? എല്ലാം ഇന്ന് തന്നെ അവസാനിപ്പിച്ച് കിട്ടിയ അത്രയും നല്ലതാ. ഇതിനൊക്കെ ഏത് ഡോക്ടറെ കാണണമെന്ന് പോലും എനിക്കറിയില്ല. അമ്പിളി ചേച്ചി ദയോടൊപ്പം വരുമല്ലോ അല്ലേ? അയ്യോ, ഞാനെന്തിനാ ശബരി? ഇതൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്നാലും ദയയുടെ കൂടെ ലേഡീസ് ആരെങ്കിലും വേണ്ട ചേച്ചി? ചിലപ്പോ ഇന്ന് തന്നെ ചെയ്താലോ? പ്ലീസ് എന്റെ കൂടെ ഒന്ന് വാ ചേച്ചി. എടി, ഞാൻ വന്ന ചീരുവിന്റെ മക്കളുടെയും കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടതേ? ഇവിടെ അടുത്ത് തന്നെയല്ലേ അമ്പിളി ചേച്ചി ഹോസ്പിറ്റല്. കുറച്ച് സമയത്തേക്ക് ഞാനും മക്കളിവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വാ അമ്പിളി ചേച്ചി, നമുക്ക് രഘുവേട്ടന്റെ വണ്ടി പോവാം. അതെ ചേച്ചി. അതെ ചേച്ചി, ലച്ചുമോളെയും കൂടെ കൊണ്ടുപോയാ അവളെയും കൂടി ഒരു ഡോക്ടറെ കാണിക്കാലോ. അതാ നല്ലത്. മോളെ ഇപ്പൊ തന്നെ കാണിച്ച അവളുടെ പനി വേഗം ഭേദം. ശരി, ഞാൻ വരാത്തതുകൊണ്ട് ഇനി ഒന്നും മുടങ്ങിപ്പോണ്ട. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ. രഘുവേട്ടന് ഡ്രസ്സ് മാറണ്ടേ? വേണ്ട ശബരി, ഇതൊക്കെ മതിയെന്ന്. ഞാനേ പുറത്തുണ്ടാവും, നിങ്ങൾ റെഡി ആയിട്ട് വന്നാൽ മതി. ലച്ചു എവിടെയാ? ചിരു 3 മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും സാരല്ല ശബരി, എന്റെ മക്കളല്ലേ, ഞാൻ എങ്ങനെയും അവരെ മാനേജ് ചെയ്തോളാം. ആ, മോനുണർന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഇരിക്കും. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ശബരേട്ടൻ കഴിച്ചോ? വിച്ചു മോനെ, വിച്ചു, വിച്ചു. എന്റെ കുഞ്ഞിന്റെ കൈ പൊള്ളിയല്ലോ. ഇതല്ലേ ഇവിടെ വെച്ചിട്ട് അമ്മ ഇത് എങ്ങോട്ടാ പോയേ? കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ ഇത്? അടുപ്പം കത്തിച്ചിട്ട് പോയിട്ട് ഇതെങ്ങനെ തട്ടി മറിഞ്ഞ് വീണിരുന്നെങ്കിലോ? ഒന്നുമില്ല മോനെ. എന്താണ് ചേച്ചി? ദേ നോക്കേ, എന്തൊരു അക്രമം ഈ അമ്മ കാണിക്കുന്നോക്കെ. കുഞ്ഞുങ്ങളുള്ള വീടാണെന്ന് അറിഞ്ഞൂടെ? അടുപ്പം കത്തിച്ച് വെച്ചിട്ട് പോയിരിക്കാണ്. അതെ, നിന്റെ കൊച്ചിനെ നീ നോക്കണോടി.
ഞാൻ എന്റെ ആവശ്യത്തിനാ അടുപ്പ് തരികിട്ടത്. മോർണിംഗ് വാ, ആന്റി എടുക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിവിടെ അനുവദിക്കാൻ പാടില്ലെന്ന്. അപ്പൊ ആരും കേട്ടില്ലല്ലോ. ഇതിവിടെ ശരിയാവില്ല. നാളെ ശ്യാമമോൾ ഇതിന്റെ അടുത്തേക്ക് വന്നാലേ അപകടം പറ്റും. ഡാ, നിന്റെ മോളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോടാ. ഇത് എന്റെ വീടാ. അല്ല പിന്നെ ഇത് നിങ്ങളുടെ മാത്രം വീടല്ല, ഇത് ഞങ്ങളുടെയും കൂടി വീടാ. ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മാറാം. ഡാ, സത്യേട്ടാ, വേണ്ട. സത്യേട്ടാ, ഡാ, വേണ്ട. കുടിക്കരുത്. സത്യേട്ടാ, സത്യേട്ടാ. ഇവിടെ അടുപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ട. അയ്യോ സത്യേട്ടാ, വേണ്ട. പറയുന്നത് കേൾക്ക്. സത്യേട്ടാ. എടാ, എന്താ ഇത്? ഓ മഹാമാപി, എന്റെ അന്നം മുട്ടിച്ചല്ലോടാ. ഒരു കാലത്ത് നീ ഗുണം പിടിക്കലടാ. ഇങ്ങനൊരു നശൂല. മര്യാദക്ക് നിന്ന് അന്നം മുട്ടില്ല. 3 നേരം ഇവിടുന്ന് ആഹാരം തന്നിരിക്കും. അതും കഴിച്ച് അടങ്ങിയിരുന്നോ? ഇനി ഇതുപോലെ വല്ലതും കാണിച്ചാ ബാക്കി ഞാൻ അപ്പൊ പറയാം. എന്ത് ചെയ്യടാ എന്നെ? നീ എന്ത് ചെയ്യും? പറയടാ. നീ ഇത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും എന്നെന്ന്? പറയടാ സത്യം. ഏട്ടാ, ഇതെല്ലാം അങ്ങോട്ട് കേൾക്കണേ. മതി, നീ ആ, വന്നേ. ഒന്ന് കേക്ക്. വാ. വാ. അനു അനു ശ്ശെ. അനു, എന്താ പുറത്തൊരു ബഹളം കേട്ടത്? വല്ല വഴക്കമുണ്ടായോ? എന്റെ ഇന്ദ്രേട്ട ഒന്നും പറയണ്ട. അത് അമ്മയാണെങ്കിൽ പിന്നെ മുറ്റത്ത് അരി തിളയ്ക്കാൻ വെച്ചിട്ട് എങ്ങോട്ട് പോയി. വിച്ചുമോനാണെങ്കിൽ പതിവില്ലാത്ത കാഴ്ച കണ്ട് മുറ്റത്ത് അരി തിളയ്ക്കുന്ന പാത്രത്തിന്റെ അടപ്പെടുത്ത് നോക്കി. എന്നിട്ട് മോന്റെ കൈവല്ലം പൊള്ളിയോ? ഇല്ല, ഭാഗ്യത്തിന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കലെങ്ങാനും തട്ടിമറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ശ്ശേ, ഇത് വലിയ ശല്യമായല്ലോ. ഇതെല്ലാം കൂടെ എടുത്ത് ദൂരെ കളയണം. ഇന്ദ്രേട്ട, ഇന്ദ്രേട്ട, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവിടെ ചെയ്യേണ്ടതൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. അവനെന്താ ചെയ്ത്? അവന് അടുപ്പിൽ വെള്ളം ഒഴിച്ച് കിടത്തി. ചോറ് വെച്ചിരുന്ന കലമൊക്കെ അവൻ തട്ടി തെറിപ്പിച്ചു. ഇന്ദ്രേട്ട, ഇന്ദ്രേട്ടന് വിഷമമായല്ലേ? അതുകൊണ്ടാ ഇപ്പൊ അങ്ങോട്ട് പോണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഇന്ദ്രേട്ടനെ കണ്ടാ ചിലപ്പോ ഓസ്കാറിന് വെല്ലുന്ന അഭിനയം ചിലപ്പോ അമ്മ കാഴ്ചവെക്കും. അമ്മയുടെയും നാടൻ കളി എത്രയും വേഗം അവസാനിപ്പിച്ചേ പറ്റും. ഇല്ലെങ്കിൽ അമ്മ ഈ ഡ്രാമ നാളെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോകും. വെളിയിലിറങ്ങി അടുപ്പ് കൂട്ടി പാചകം ചെയ്താൽ നമുക്ക് തടയാൻ പോലും പറ്റാതാവും. നാട്ടുകാരുടെ പഴി മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. മക്കളും മരുമക്കളും കൂടി പട്ടിണി കിട്ടുന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്നുമായിരിക്കും അമ്മ നാട്ടുകാരോട് പറയാൻ പോകുന്നത്. അതിനിടവരുത്തണോ? അമ്മയ്ക്ക് വീടിനകത്ത് എല്ലാ സ്വാതന്ത്ര്യം തരാന്ന് സത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അകത്ത് വരാൻ പോലെ അമ്മ കൂട്ടാക്കുന്നില്ല. നമുക്ക് എല്ലാരുമായിട്ടൊന്ന് ആലോചിച്ച് ഒരുമിച്ച് പോയ അമ്മയെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഇനി അതേ നടക്കുള്ളൂ. ശരി, ഞാനിപ്പോ വരാം. നീ ചെല്ല്. അല്ല, വിച്ചുമനോടെ? ഞാനവനെ പ്രതിഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല.